നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. പർദ്ദ ധരിച്ച് ജോലി സ്ഥലത്തെത്തി പ്രവാസി യുവാവ് കവർന്നത് 46 ലക്ഷം രൂപയാണ്. ഇത് പോറ്റുനാടിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരത തന്നെയാണ്. എന്നാൽ കൈയോട് തന്നെ 48 മണിക്കൂറിനുള്ളിൽ പൊക്കിയിരിക്കുകയാണ് പോലീസ്. പർദ്ദ ധരിച്ചെത്തി ജോലി ചെയ്യുന്ന കമ്പനിയിൽ നിന്ന് തന്നെ 46 ലക്ഷത്തിലേറെ രൂപ, അതായത് 1,46,000 ദിർഹവും $22,000 കവർച്ച നടത്തിയ ഏഷ്യക്കാരനെ 4 മണിക്കൂറിനുള്ളിൽ തന്നെ ദുബായ് പോലീസ് അറസ്റ്റ് ചെയ്ത് ചരിത്ര നേട്ടം കൈവരിച്ചിരിക്കുകയാണ്. കവർച്ച ചെയ്ത പണം പോലീസ് കണ്ടെടുക്കുകയും കമ്പനിക്ക് തിരിച്ചു നൽകുകയും ചെയ്യുകയുണ്ടായി. സ്വദേശി വനിത എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയായിരുന്നു പ്രതി മുഖം മറയ്ക്കുന്ന രീതിയിൽ വസ്ത്രം ധരിച്ചതെന്ന് നായിഫ് പോലീസ് സ്റ്റേഷൻ ഡയറക്ടർ ബ്രിഗേഡിയർ താരിഖ് തെഹ്ലക് പറയുകയുണ്ടായി. കമ്പനിയിൽ കവർച്ച നടന്നതായി പോലീസിന് വിവരം ലഭിച്ചെങ്കിലും പ്രതി യാതൊരു തെളിവും ബാക്കി വച്ചിരുന്നില്ല താനും. ഇതേ തുടർന്ന് പോലീസ് പ്രത്യേകാന്വേഷണ സംഘം രൂപീകരിക്കുകയും ചെയ്തു. കമ്പനിയിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ തന്നെ പർദ്ദ ധരിച്ച സ്ത്രീയെ അവിചാരിതമായി കാണുകയുണ്ടായി. ഇവരായിരിക്കാം കവർച്ച ചെയ്തതെന്ന് സംശയിച്ച പോലീസ് തുടരന്വേഷണം ഊർജിതമാക്കുകയും ചെയ്തു. നാപ്കിൻ ഉപയോഗിച്ചിരുന്നതായും പ്രതി പണം സൂക്ഷിച്ചിരുന്ന മേശവലിപ്പ് തുറന്നത്. എന്നാൽ ഇത്തരം കവർച്ചയ്ക്കായി പ്രതി ഏറെ നിർണായക നാടകപരമായ നീക്കങ്ങളാണ് നടത്തിയത്. നാപ്കിൻ ഉപയോഗിച്ചായിരുന്നു പ്രതി പണം സൂക്ഷിച്ചിരുന്ന മേശവലിപ്പ് തുറന്നത്. എന്നാൽ വിരലടയാളം പതിയാതിരിക്കാൻ ഏറെ ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നു. വളരെ കഷ്ടപ്പെട്ടായിരുന്ന സ്ത്രീ ഓഫീസിനകത്തേക്ക് പ്രവേശിച്ചത് എന്നതായിരുന്നു പോലീസിനെ അന്വേഷണം ജീവനക്കാർ കേന്ദ്രീകരിച്ചാക്കാൻ പ്രേരിപ്പിച്ചിരുന്നത്. തുടർന്ന് ജീവനക്കാരെ എല്ലാം ചോദ്യം ചെയ്യുകയും ചെയ്തു. കൂട്ടത്തിൽ ഒരാളുടെ ശരീരഭാഷയിൽ സംശയം തോന്നുകയും വിശദമായി ചോദ്യം ചെയ്യുകയുമായിരുന്നു. പ്രതി കുറ്റം സമ്മതിച്ചോടെ അറസ്റ്റും നടന്നു. കവർച്ച ചെയ്ത പണം പ്രതിയിൽ നിന്നും കണ്ടെടുക്കുകയും ചെയ്തു. കമ്പനിയുടമയെ പോലീസ് തിരിച്ചേൽപ്പിക്കുകയുണ്ടായി. എന്തായാലും ഇത്തരം നീക്കം ഒരു പാഠമാകട്ടെ. പോറ്റുന്ന നാളിനോട് ഈ ക്രൂരത കാണിക്കരുത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.